സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെൻഡുലമാടുന്നു. ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങളെ എത്ര മനോഹരമായാണ് ഈ കവി ഇതിൽ വർണ്ണിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതം ഇങ്ങനെയാണ്. ചിലപ്പോൾ വലിയ സന്തോഷം തോന്നും, ചിലപ്പോൾ വലിയ സന്താപം ഉണ്ടാവും. അതെല്ലാം മറികടന്നുകൊണ്ട് ഇതൊന്നും ശാശ്വതമല്ല എന്ന ചിന്തയാണ് നമ്മെ നയിക്കേണ്ടത്. മനസ്സ് തകർന്ന് പ്രതിസന്ധിയിൽ അകപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ഗുരുവിനെ സമീപിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഗുരു, എൻ്റെ ജീവിതം വഴിമുട്ടിയിരിക്കുന്നു, ഇതിനൊരു പരിഹാരം അങ്ങ് പറഞ്ഞു തരാമോ? ഗുരു ആ ചെറുപ്പക്കാരൻ്റെ കണ്ണുകളിലേക്ക് നോക്കി, എന്നിട്ട് പ്രതികരിച്ചു, നിന്റെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാവും, പക്ഷേ പ്രശ്നങ്ങളില്ലാത്ത ഒരിടമുണ്ട്, അവിടെ പോയാൽ നിനക്ക് പരിഹാരം കണ്ടെത്താൻ സാധിച്ചു. ഇയാൾക്ക് ധൃതിയായി. ഗുരു, എന്നെ എങ്ങനെയെങ്കിലും അവിടെ ഒന്ന് എത്തിക്കാമോ? ധൃതി പിടിക്കാതെ ഗുരു ആ ചെറുപ്പക്കാരനെയും കൂട്ടി പോയത് ഒരു മലഞ്ചെരുവിലേക്കായിരുന്നു. അങ്ങ് ദൂരെ ചൂണ്ടിക്കാണിച്ച് ഒരു ഇടം പറഞ്ഞു കൊടുത്തു. അത് ശ്മശാനമായിരുന്നു. ഇവിടെയാണ് പ്രശ്നങ്ങളില്ലാത്ത സ്ഥലം. ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ. മിസ്റ്റേക്സ് ആർ പ്രൂഫ് ദാറ്റ് യു ആർ ട്രൈയിങ്. നിങ്ങൾക്ക് അബദ്ധങ്ങൾ പറ്റുന്നുവെങ്കിൽ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. പ്രതിസന്ധികളിൽ നിന്ന് ഒളിച്ചോടാനല്ല, അത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജമാണ് നമ്മൾ നേടേണ്ടത്. എങ്കിൽ ജീവിതം ധന്യമാകും.